ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ക്യാരം ബോർഡിൻ്റെ ഒരു വീഡിയോ ഒത്തിരി പേര് ആൾക്കാർ കണ്ടു. അപ്പോൾ അതിൽ കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ഡൗട്ടുകൾ ഞാൻ ഒരുപാട് റിപ്ലൈ ചെയ്തു. എന്നാൽ അത് ഇനഫ് അല്ല എന്ന് തോന്നിയുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് അതിൻ്റെ ഇറക്കുന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ വീഡിയോ ആദ്യം പോയി കാണുക. കണ്ടാൽ മാത്രമേ ഈ വീഡിയോ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത് ഡ്യൂസും പെനാൽറ്റീസും എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂവിൻ കവർ ചെയ്യുന്നതിൻ്റെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്ക് ഡ്യൂസ് ആൻഡ് പെനാൽറ്റീസ്. ഈ ഒരു സ്ട്രൈക്കർ പോക്കറ്റിൽ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ അതൊരു പെനാൽറ്റിയാണ്. ഇപ്പം ബ്ലാക്ക് ആണ് പെനാൽറ്റി വെക്കുന്നതെങ്കിൽ ഈ സർക്കിളിനകത്ത് വേണം പെനാൽറ്റി വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ. സെൻട്രി കൊണ്ടിങ്ങനല്ല പെനാൽറ്റി വെക്കേണ്ടത്. സെൻട്രി വെക്കാനായിട്ട് പറ്റത്തില്ല. പാർഷ്യലിയും ഈ ഒരു റെഡിൽ കവർ ചെയ്തിരിക്കാനായിട്ട് പറ്റത്തില്ല. ഈ റെഡിൻ്റെ വെളി വേണം പെനാൽറ്റി വെക്കാൻ. ഇനിയും ഈ പെനാൽറ്റി വെക്കുമ്പോൾ മറ്റ് കോയിൻസും അടുത്തിരിപ്പുണ്ടെങ്കിൽ അത് മൂവ് ചെയ്തിട്ട് പെനാൽറ്റി വെക്കാനായിട്ട് പാടില്ല. അടുത്ത പോയിന്റ് 15 സെക്കൻഡ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പെനാൽറ്റി വെക്കാൻ. 15 സെക്കൻഡിനുള്ളിൽ മാത്രം പെനാൽറ്റി വെക്കുക. ഇനിയും ആരാണ് ഈ ഡ്യൂ വെക്കേണ്ടത്? ഈ ഡ്യൂ വെക്കേണ്ടത് ഓപ്പോണൻ്റ് ടീമാണ്. ചില കേസിൽ നമ്മൾ തന്നെയാണ് ഡ്യൂ വെക്കുന്നത്. അത് ഞാൻ പറയാം. പക്ഷെങ്കിൽ ഈ ഒരു കേസിൽ ഓപ്പോണൻ്റാണ് ഡ്യൂ വെക്കുന്നത്. സ്ട്രൈക്കർ വീണ് കഴിയുമ്പോൾ ഓപ്പോണൻ്റാണ് ഡ്യൂ വെക്കുന്നത്. ഇനിയും അടുത്ത സിറ്റുവേഷനാണ്, ഈ സ്ട്രൈക്കർ ഞാനിങ്ങനെ അടിച്ചു, എൻ്റെ കോയിനും വീണു, ഓപ്പോണൻറ്റിൻ്റെ കോയിനും വീണു. ഓപ്പണിൻ്റെ കോയിൻ നമുക്ക് അടിക്കാനായിട്ട് അനുവാദമില്ല. ഇൻ കേസ് ഓപ്പണൻ്റെ കോയിനും എൻ്റെ കോയിനും വീണു, കൂടെ സ്ട്രൈക്കറും വീഴുവാണെങ്കിൽ ഡ്യൂ വെക്കണം. എൻ്റെ കോയിൻ വീണെങ്കിൽ അത് തിരിച്ചിവിടെ വെക്കണം. ഈ കോയിന് ഡീം ചെയ്യും. ഇത് തിരിച്ചു വെക്കേണ്ട കാര്യമില്ല. ആദ്യം ഞാൻ ഈ കോയിൻ ഇട്ടതിന് ശേഷം ഞാൻ ഈ കോയിൻ ഇടുമ്പോൾ ഈ കോയിൻ്റെ കൂടെ ഈ സ്ട്രൈക്കറൂടെ പോയി. അപ്പോൾ ഡ്യൂ വെക്കണം. സ്ട്രൈക്കർ പോയ സ്ഥിതിക്ക് ഡ്യൂ വെക്കണം. അപ്പം ഒരു കോയിൻ ഞാൻ ഡ്യൂ വെച്ചു. അതിൻ്റെ കൂടെ എത്രയൊക്കെ കോയിൻ വീണിട്ടുണ്ടോ അത് ഡ്യൂ വെക്കണം. എത്രയൊക്കെ കോയിൻ വീണിട്ടുണ്ടോ അതെല്ലാം ഇവിടേക്ക് വരും. പ്ലസ് ഒരു ഡ്യൂവും വെക്കണം. പക്ഷെങ്കിൽ ആ പ്ലെയറിന് ടേൺ കണ്ടിന്യൂ ചെയ്യാം. ഓപ്പണൻറ്റിൻ്റെ കോയിൻ ഇട്ടാൽ ഇപ്പം ഇങ്ങനെ റിവേഴ്സ് അടിച്ച് ഞാൻ ഓപ്പണൻറ്റിൻ്റെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ സ്ട്രൈക്കറും പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്യൂ വെക്കണം. പക്ഷെങ്കിൽ ഈ കോയിന് തിരിച്ചു വെക്കേണ്ട കാര്യം ഇല്ല. ഇത് ഓപ്പണൻറ്റിൻ്റെ ആയതുകൊണ്ട് അടുത്ത ടേൺ കിട്ടത്തുമില്ല. നമ്മുടെ കോയിൻ ഇടാത്തതുകൊണ്ട് ടേൺ കിട്ടത്തില്ല. ഓപ്പണൻറ്റിൻ്റെ കോയിനും വീണു, എൻ്റെ കോയിനും വീണു, സ്ട്രൈക്കറും വീണ് കഴിഞ്ഞാൽ ഈ കോയിൻ തിരിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏതൊക്കെ കോയിൻ ഇട്ടിട്ടുണ്ടോ അത് തിരിച്ച് ബോർഡിലേക്ക് വരും. പ്ലസ് സ്ട്രൈക്കർ വീണതിൻ്റെ മൈനസും നമ്മൾ ഇടണം. നമുക്ക് ടേൺ കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മളൊരു കോയിന് ഇട്ടുകൊണ്ട് ഒരു കോയിൻ വീണിട്ട് സ്ട്രൈക്കർ വീഴുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ടേൺ കിട്ടും. അപ്പം ആ ടേൺ എടുക്കുന്നതിന് മുമ്പേ ആ ഡ്യൂവ് ഓപ്പോണൻറ്റിന് ഇവിടെ വെക്കാം. അപ്പം ആ ഒരു ടേൺ കിട്ടുന്നതിന് മുമ്പാണ് ഓപ്പോണൻറ്റ് ഈ സർക്കിളിനകത്ത് ഡ്യൂ വെക്കുന്നത്. ഡബിൾസ് കളിക്കുവാണെങ്കിൽ ഏത് ഒപ്പോണൻ്റാണ് നമ്മുടെ ഡ്യൂ വെക്കുന്നത്? ഇപ്പം ഞാനാണ് കളിക്കുന്നതെങ്കിൽ എൻ്റെ ഒപ്പോണൻ്റ് ഇവർ രണ്ടുപേരുമാണെങ്കിലോ റൈറ്റ് സൈഡിലിരിക്കുന്ന ആളാണ് ഡ്യൂ വെക്കേണ്ടത്. അപ്പം ഇത്രയും നേരം നമ്മൾ സ്ട്രൈക്കർ വീഴുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും സ്ട്രൈക്കർ വീഴാത്ത സിറ്റുവേഷനിലേക്ക് വരാം. ഏതെങ്കിലും കാരണവശാൽ ഒപ്പോണൻ്റെ കോയിനും പോയി എൻ്റെ കോയിനും വീണ് കഴിഞ്ഞാലും ഡ്യൂ വെക്കണം. സ്ട്രൈക്കർ വീഴേണ്ട കാര്യം ഇല്ല. എന്നാൽ ഈ ഡ്യൂ വെക്കുന്നത് നമ്മൾ തന്നെയാണ്. മറ്റ് സ്ട്രൈക്കർ വീണ കേസിൽ ഓപ്പോണൻ്റ് ആണ് ഡ്യൂ വെച്ചത്. ഇത് നമ്മൾ തന്നെയാണ് ഡ്യൂ പ്ലേസ് ചെയ്യേണ്ടത്. ഇത് ഡീം ചെയ്യും. ഓപ്പോണൻ്റെ കോയിന് വീണിട്ടുണ്ടെങ്കിൽ ഓപ്പണിൻ്റെ കോയിന് നമ്മൾ എപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഡീം ചെയ്യും. അപ്പം ഈ ഡ്യൂ വെക്കേണ്ടത് കറക്റ്റായിട്ട് ഓപ്പോണൻ്റ് പ്ലെയറും അമ്പയറും ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഓർത്തിരുന്ന് വെച്ചില്ലെങ്കിൽ വെക്കേണ്ട കോയിന് ഡീം ആവും. വെക്കേണ്ട കാര്യം ഇല്ല. കോയിൻസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതല്ല മാച്ചിൽ. നമുക്കൊരു ഡ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പറയുക നമ്മുടെ ഓപ്പോണൻറ്റിനോട് എൻ്റെ ഡ്യൂ ഞാൻ വെക്കുന്നില്ല, നിങ്ങളുടെ അടുത്ത ഡ്യൂ വരുമ്പോൾ അത് മാച്ചായി നമുക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയുമാണ് ഡ്യൂസ് ആൻഡ് പെനാൽറ്റീസ് വരുന്നത്. ഇനി നമ്മൾ ക്യൂവിൻ കവർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ക്യൂവിൻ കവർ ചെയ്യുവാണെങ്കിൽ ഇപ്പം വൈറ്റ് എൻ്റെ ആണെങ്കിൽ ഈ വൈറ്റ് തന്നെയാണ് ക്യൂവിൻ്റെ കൂടെ കവർ ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്യൂവിൻ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോയിൻ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് തന്നെ ആയിരിക്കണം പോക്കറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടത്ത് ബ്ലാക്ക് പോക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട്. നമ്മളത് താഴോട്ട് പറയുന്നതാണ്. അടുത്തത് ഈ ക്യൂവിൻ കവർ ചെയ്തിട്ട്
നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കവർ ചെയ്യാൻ പറ്റിയില്ല, പോക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ക്യൂവിന് നടുക്കാണ് വെക്കേണ്ടത്. അത് അമ്പയറിന് മാത്രമാണ് വെക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ഇവിടെ നടുക്ക് വേറെ ഏതെങ്കിലും ഒരു കോയിൻ ഇരിപ്പുണ്ടെങ്കിൽ അപ്പം ഏറ്റവും അടുത്തുള്ള സ്പേസിലാണ് ഈ ക്യൂവിൻ വെക്കേണ്ടത്. ഇനി അടുത്തത് അസ്യൂം ചെയ്യുക, ഈ വൈറ്റ് കോയിൻസ് 9 എൻ്റെ ബോർഡിൻ്റെ അകത്തുണ്ട്. ഞാൻ ഈ ക്യൂവിന് പോക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെടുത്ത് നേരെ ഇവിടേക്ക് കൊണ്ടുവെക്കും. കാരണം ഒരു കോയിൻ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ക്യൂവിന് പോക്കറ്റ് ചെയ്യാനുള്ള അവസരം ഉള്ളൂ. അങ്ങനെ ക്യൂവിൻ പോക്കറ്റ് ചെയ്താൽ വീണ്ടും നമുക്ക് അടിക്കാനുള്ള അവസരം കിട്ടുമോ എന്നുള്ളത് ഇല്ല, കിട്ടില്ല. ഇനി നമ്മുടെ 9 ക്യാരമനും ഈ ഒരു ബോർഡിലുണ്ട്. സ്ട്രൈക്കർ പോക്കറ്റിൽ പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഡ്യൂ ഉണ്ട്. ആ ഡ്യൂ ടൈം വരുമ്പോൾ വെക്കണം. ഒരു കോയിനും ഇടാത്തതുകൊണ്ട് നമുക്ക് ആ ഡ്യൂ ഇപ്പോൾ വെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കോയിൻ നമ്മുടെ അടുക്ക വന്നു കഴിയുമ്പോൾ ആ ഡ്യൂ വെക്കണം. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ, അപ്പോൾ ആ ഡ്യൂ നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഡ്യൂ ഉള്ളപ്പോൾ നമ്മൾ ഈ ഒരു റെഡ് കോയിൻ ഇങ്ങനെ പോക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നേരെ എടുത്ത് സെൻട്രലിൽ വെക്കും. ആ ഒരു പ്ലെയറിന് വീണ്ടും കളിക്കാനും പറ്റത്തില്ല. ഇനിയും അടുത്തത് ഡ്യൂ വന്നതിന് ശേഷം നമ്മുടെ കയ്യിലൊരു കോയിൻ വന്നു. കോയിൻ വന്നിട്ട് തിരിച്ചു വെച്ചപ്പോൾ 9 വൈറ്റ് കോയിൻസും ബോർഡിലുണ്ടെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് റെഡ് പോക്കറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പുറകെ ഒരു കോയിനോട് ഇട്ട് കഴിഞ്ഞാൽ ഈ റെഡ് കവറാവും. ഒരു കോയിൻ കയറി ഇറങ്ങി വന്നുകൊണ്ട്. ഇനിയും അടുത്തൊരു സിറ്റുവേഷന് നമ്മുടെ ക്യൂവിന് ഇരിപ്പുണ്ട്. ഇതിൻ്റെ കൂടെ 9 കോയിൻസും ഇരിപ്പുണ്ട്. അതായത് കളി തുടങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. 9 കോയിൻസ് വൈറ്റും 9 കോയിൻസ് ബ്ലാക്കും ഇരിപ്പുണ്ട്. ഇനി ഞാൻ ഇതിനെ സ്ട്രൈക്ക് ചെയ്യുവാണ്. അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഈ ക്യൂവിൻ പോക്കറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ സ്ട്രൈക്കറും പോക്കറ്റ് ആവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ട്രൈക്കർ പോക്കറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡ്യൂ നമുക്ക് വെക്കണം. അപ്പോൾ 9 ക്യാരമിന് ഈ ബോർഡിലായിട്ട് നമുക്ക് ഡ്യൂ അത് നിലനിർത്തിക്കൊണ്ട് പോകും. എപ്പോഴാണ് കോയിൻ വരുന്നത് നമ്മളത് തിരിച്ചു വെക്കണം. ഈ റെഡ് കിട്ടത്തുമില്ല. റെഡ് എടുത്ത് സെൻട്രലിൽ വെക്കണം. പ്ലെയറിന് ആ ഒരു നെക്സ്റ്റ് ടേൺ ലൂസ് ആവുകയും ചെയ്യും. ഇനിയും ഏതെങ്കിലും കാരണവശാൽ ഈ റെഡ് പോക്കറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. പോക്കറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകെ ആരും ഒരു കോയിൻ ഇട്ടില്ല. ഇപ്പം ഞാനാണ് ആ റെഡ് കോയിൻ പോക്കറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ കൂടെ ഞാനൊരു വൈറ്റ് ഇട്ടില്ല. ഇത് ഒപ്പോണൻ്റ് നോട്ടീസ് ചെയ്തില്ല, അല്ലെങ്കിൽ അമ്പയർ ഇത് നോട്ടീസ് ചെയ്തില്ല. ആ പ്ലെയർ അടുത്ത സ്ട്രൈക്ക് എടുക്കുന്നതിന് മുമ്പ് നോട്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ ക്യൂവിൻ കവർ ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. ഇനിയും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒറ്റ സ്ട്രോക്കിൽ തന്നെ ഈ ക്യൂവിനും അതിൻ്റെ കൂടെ ഒരു കോയിനും വീഴുവാണെങ്കിൽ ക്യൂവിൻ കവർ ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത സിറ്റുവേഷന് 9 ബ്ലാക്ക് കോയിൻസും 9 വൈറ്റ് കോയിൻസും ഈ ഒരു ബോർഡിലുണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഒരു ബോർഡിനെ അടിച്ച് സ്കാറ്റർ ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ റെഡും അതിൻ്റെ കൂടെ നമ്മുടെ കോയിനൂടെ വീണ് കഴിഞ്ഞാൽ ക്യൂവിൻ കവറായിട്ടാണ് വിചാരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു 9 ക്യാരമന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വെക്കണമെന്ന്. എന്നാലും ഒരുമിച്ച് വീഴുവാണെങ്കിൽ ക്യൂവിൻ കവറായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തൊരു സിറ്റുവേഷന് നമ്മൾ ഈ റെഡ് കോയിൻ ഇട്ടു. അപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ പുറകെ ഒരു വൈറ്റ് കോയിന് അടിക്കുവാണ്. അപ്പോൾ ഈ വൈറ്റ് കോയിൻ പോക്കറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്ട്രൈക്കറും പോയി എന്ന് വിചാരിക്കുക. ഈ റെഡ് കോയിനും എടുത്ത് വെക്കണം, നമ്മൾ ഇട്ട കോയിനും എടുത്ത് വെക്കണം, ഈ സ്ട്രൈക്കർ പോയതിൻ്റെ ഡ്യൂവും എടുത്ത് വെക്കണം. പക്ഷേങ്കിൽ ആ പ്ലേ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ക്യൂവിൻ പോക്കറ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രൈക്കർ അതിൻ്റെ കൂടെ പോയി എന്ന് വിചാരിക്കുക. ഈ ക്യൂവിൻ അമ്പയർ എടുത്ത് സെൻട്രൽ പ്ലേസ് ചെയ്യും. ഈ സ്ട്രൈക്കറിൻ്റെ ഒരു മൈനസ് നമ്മളെടുത്ത് നടുക്ക് വെക്കണം. പക്ഷേങ്കിൽ നമുക്ക് വീണ്ടും കളിക്കാം. ഈ ക്യൂവിൻ ഇവിടുന്ന് പോക്കറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കോയിനെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഈ കോയിൻ പോക്കറ്റ് ആയില്ല, എൻ്റെ സ്ട്രൈക്കറാണ് പോക്കറ്റ് ആയത്. ഈ ഒരു റെഡ് കോയിൻ അമ്പയർ എടുത്ത് സെൻട്രൽ വെക്കും. പ്ലസ് സ്ട്രൈക്കർ പോയിൻ്റെ ഒരു ഡ്യൂ വെക്കണം. അതിൻ്റെ കൂടെ ഈ പ്ലെയറിൻ്റെ ടേണും നഷ്ടപ്പെടും. അടുത്തൊരു സിറ്റുവേഷനിൽ ബോർഡിൽ 3 കോയിൻസ് മാത്രമേ ഉള്ളൂ. ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ്. ഞാൻ ആദ്യം റെഡ് പോക്കറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ വൈറ്റ് ആണെന്ന് വിചാരിക്കുക. എനിക്ക് വൈറ്റ് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ബ്ലാക്ക് കോയിന് പോയെങ്കിൽ ഞാനാണ് റെഡ് കവർ ചെയ്തതായിട്ട് ഡിസൈഡ് ചെയ്തത്. എനിക്ക് 3 പോയിൻ്റ് കിട്ടും. ഇനി ടോട്ടൽ സ്കോർ 22 അതിന് മുകളിലോ ആണെങ്കിൽ 1 പോയിൻ്റ് ആയിരിക്കും അവാർഡ് ചെയ്യുന്നത്. 22-ന് താഴെയാണെങ്കിൽ 3 പോയിൻ്റ് ആയിരിക്കും പ്ലെയറിന് കിട്ടുന്നത്.
എന്നാൽ 22 അതിന് മുകളിലാണെങ്കിൽ 1 പോയിൻ്റ് ആയിരിക്കും അവാർഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യം റെഡ് ഇട്ടു. എനിക്ക് വൈറ്റ് ആണ് കവർ ചെയ്യേണ്ടത്. വൈറ്റ് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിന് പകരമായിട്ട് ബ്ലാക്ക് ആണ് വീണത്. ഈ റെഡിൻ്റെ പോയിൻ്റ് പ്ലസ് 3 പോയിൻ്റ് പ്ലസ് എത്ര ക്യാരമലിന് ബോർഡിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ക്യാരമലിനാണ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 3 + 1 4 പോയിൻ്റ് ഓപ്പോണൻറ്റിനാണ് അവാർഡ് ചെയ്യുന്നത്. അതേസമയം എൻ്റെ 2 വൈറ്റ് കോയിൻ ഇരിപ്പുണ്ടെങ്കിൽ 3 + 2 5 പോയിൻ്റാണ് ഓപ്പോണൻറ്റിന് അവാർഡ് ചെയ്യേണ്ടത്. ഇനി 3 ക്യാരമലിനാണ് ഇരിപ്പുണ്ടെങ്കിൽ 3 + 3 6 പോയിൻ്റാണ് അവാർഡ് ചെയ്യുന്നത്. 22 അതിന് മുകളിലോ ആണെങ്കിൽ 1 പോയിൻ്റ് ആയിരിക്കും അവാർഡ് ചെയ്യുന്നത് ഓപ്പോണൻറ്റിന്. ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു റെഡ് ക്യാരം ബോർഡിൽ ഇരിപ്പുണ്ട്. ഈ 2 കോയിനും ആക്സിഡൻ്റലി വീണു എന്ന് വിചാരിക്കുക. ഇവിടുന്ന് റിട്ടേൺ വന്നപ്പോഴോ എങ്ങനെയും ഈ 2 കോയിന് ആക്സിഡൻ്റലി വീണെന്ന് വിചാരിക്കുക. അപ്പം റെഡ് മാത്രമായിട്ട് ബോർഡിൽ വന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരാണ് അടിച്ചു വീഴ്ത്തുന്നത്? ഓപ്പോണൻറ്റിനായിരിക്കും ഈ ഒരു 3 പോയിൻ്റ് കിട്ടുന്നത്. റെഡ് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കോയിന് വൈറ്റ് ആണ്, ഓപ്പോണൻ്റെ ബ്ലാക്ക് ആണ്. അപ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ റെഡ് വീഴാതെ ബ്ലാക്ക് മാത്രം വീണു എന്ന് വിചാരിക്കുക. എങ്കിൽ ഓപ്പോണൻറ്റിന് 3 + എൻ്റെ കോയിൻ്റെ എത്ര കോയിന് എൻ്റെ ഇരിപ്പുണ്ടോ അതിൻ്റെ പോയിൻ്റ് ആഡ് ചെയ്യും. ഇപ്പം ഇവിടുത്തെ കേസിൽ 3 1 4 പോയിൻ്റ് ഓപ്പോണൻറ്റിന് റിവാർഡ് ചെയ്യും. ഇനിയും ടോട്ടൽ സ്കോർ 22 അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ ഈ ക്യൂവിൻ്റെ പോയിൻ്റ് കൂട്ടത്തില്ല. എത്ര ക്യാരംമാൻ ഉണ്ടോ അതിൻ്റെ പോയിൻ്റ് മാത്രമേ കൂട്ടത്തുള്ളൂ. ഇവിടുത്തെ കേസിൽ ഒരു ക്യാരംമാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 പോയിൻ്റ് ആയിരിക്കും ഓപ്പോണൻറ്റിന് അവാർഡ് ചെയ്യുന്നത്. ഇനിയും ഇതേ കേസ് തന്നെ റെഡ് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ വൈറ്റ് കോയിനാണ് പോയതെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ ബോർഡ് ലൂസാവും. 3 പോയിൻ്റ് ഓപ്പോണൻറ്റിന് കിട്ടും. ഇവിടെ ക്യാരംമാന് ആഡ് ചെയ്യത്തില്ല. ഇനി ടോട്ടൽ സ്കോർ 22 22 മുകളിലോ ആണെങ്കിൽ ഓപ്പോണൻറ്റിന് 1 പോയിൻ്റ് ആയിരിക്കും അവാർഡ് ചെയ്യുന്നത്. ഈ റെഡ് കോയിന് ബോർഡിൻ്റെ മേളിൽ ഇരിപ്പുണ്ട്. ഞാൻ ഏതെങ്കിലും കാരണവശാൽ എൻ്റെ ഈ വൈറ്റ് വിട്ട് കൂടെ ഈ സ്ട്രൈക്കറും പോയെങ്കിൽ 3 പോയിൻ്റ് ഓപ്പോണൻറ്റിന് അവാർഡ് ചെയ്യും. 22 മുകളിലോ ആണ് ടോട്ടൽ പോയിൻ്റ് എങ്കിൽ 1 പോയിൻ്റ് ഓപ്പോണൻറ്റിന് അവാർഡ് ചെയ്യും. ഇനിയും ഈ ഓപ്പോണൻറ്റിന് അമ്പയറിൻ്റെ അടുക്ക പറയാം സ്ട്രൈക്കർ വീണതിൻ്റെ 1 പോയിൻ്റ് കൂടെ തരാൻ. അത് ഓപ്ഷണലാണ്. ഇനി അടുത്തൊരു കേസ്, ഞാൻ ആദ്യം റെഡ് ഇട്ടു. ഇത് 2 പോക്കറ്റ് ചെയ്താൽ ഞാനാണ് ജയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ബാക്ക് സ്ട്രോക്ക് കളിച്ചു. അവിടുന്ന് നേരെ സ്ട്രൈക്കർ വന്നിട്ട് ഇതും വീണു. ഈ സ്ട്രൈക്കറും കൂടെ വീണെങ്കിൽ നമ്മൾ ബോർഡ് തോക്കും. 3 പോയിൻ്റ് ഓപ്പോണൻറ്റിന് അവാർഡ് ചെയ്യും. ഇനി ടോട്ടൽ സ്കോർ 22 അതിന് മുകളിലോ ആണെങ്കിൽ 1 പോയിൻ്റ് മാത്രമായിരിക്കും ഓപ്പോണൻറ്റ് അവാർഡ് ചെയ്യുന്നത്. പ്ലസ് ഓപ്പോണൻറ്റിന് അമ്പയറുടെ അടുക്ക് ഡിമാൻഡ് ചെയ്യാം ഈ സ്ട്രൈക്കർ വീണതിൻ്റെ 1 പോയിൻ്റ് കൂടെ തരാൻ. എപ്പോഴും ഈ ക്യൂവിൻ കവറായതിനു ശേഷം ലാസ്റ്റ് 2 കോയിൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വൈറ്റ് ആണ്. ഞാൻ ഏതെങ്കിലും കാരണവശാൽ 2 കോയിനും ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ഞാൻ ബോർഡ് തോക്കും. എപ്പോഴെങ്കിലും ഈ റെഡ് കവറായി ഞാൻ എൻ്റെ വൈറ്റ് ഫിനിഷ് ചെയ്താൽ ഞാൻ കളി ജയിക്കും. ഞാൻ ഇവിടുന്ന് ബാക്ക് സ്ട്രോക്ക് കളിച്ച് വൈറ്റും പോയി ബ്ലാക്കും പോയി സ്ട്രൈക്കറും പോയെങ്കിൽ ഞാൻ ബോർഡ് ലൂസാവും. 1 പോയിൻ്റ് ഓപ്പോണൻറ്റിനായിരിക്കും കിട്ടുന്നത്. എന്തുകൊണ്ടാണ് 1 പോയിൻ്റ്? ഒരു ക്യാരംമാൻ ഇരിക്കുന്നതുകൊണ്ടാണ് 1 പോയിൻ്റ് ഓപ്പോണൻറ്റിന് കിട്ടുന്നത്. ഇനി 2 ക്യാരംമാൻ ആണ് അതിൻ്റെ കൂടെങ്കിൽ 2 പോയിൻ്റ് ആയിരിക്കും കിട്ടുന്നത്. പ്ലസ് ഓപ്പോണൻറ്റിന് വേണമെങ്കിൽ അമ്പയറിൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യാം സ്ട്രൈക്കർ പോയതിൻ്റെ 1 പോയിൻ്റ് കൂടെ തരാൻ. ഏതെങ്കിലും കാരണവശാൽ ഈ ബ്ലാക്ക് ഇടുകയെന്ന് വിചാരിക്കുക. ക്യൂവിനും വൈറ്റും ഇവിടെ ഇരിപ്പുണ്ട്. ഓപ്പോണൻ്റ് ആയിരിക്കും കളി ജയിക്കുന്നത്. 3 + 1 പോയിൻ്റ് 4 പോയിൻ്റ് ആയിരിക്കും ഓപ്പോണൻറ്റിന് ലഭിക്കുന്നത്. പ്ലസ് ഓപ്പോണൻറ്റിന് എംപയറിൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യാം 1 പോയിൻ്റ് കൂടെ തരാൻ സ്ട്രൈക്കർ വീണതിൻ്റെ. ഇനി 22 പോയിൻ്റ് മുകളിലാണ് ഉണ്ടെങ്കിൽ 1 പോയിൻ്റ് ഈ ക്യാരംമാനിൻ്റെ പോയിൻ്റ് മാത്രമേ കാൽക്കുലേറ്റ് ആകത്തുള്ളൂ. പ്ലസ് സ്ട്രൈക്കർ വീണതിൻ്റെ ഡിമാൻഡ് ചെയ്യാം. ഇനി എപ്പോഴെങ്കിലും ഓപ്പോണൻ്റാണ് ഈ റെഡ് കവർ ചെയ്തെങ്കിൽ ഞാൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ബ്ലാക്കും പോയി വൈറ്റും പോയി കൂടെ സ്ട്രൈക്കറും പോയെങ്കിൽ ഈ ക്യൂവിന് ഓപ്പോണൻ്റാണ് കവർ ചെയ്തുകൊണ്ട് 3 + എൻ്റെ ഒരു കോയിൻ ഇരിപ്പുണ്ട് 4 പോയിൻ്റ് ആയിരിക്കും ഓപ്പോണൻറ്റിന് അവാർഡ് ചെയ്യുന്നത്. അതല്ല ഏതെങ്കിലും ടൈമിൽ ഞാനാണ് ഈ ക്യൂവിൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 1 പോയിൻ്റ് മാത്രമായിരിക്കും ഓപ്പോണൻറ്റ് അവാർഡ് ചെയ്യുന്നത്. എന്നാൽ ഓപ്പോണൻറ്റ് ടീമാണ് ഈ ക്യൂവിൻ കവർ ചെയ്തുകൊണ്ട് 3 4 പോയിൻ്റാണ് അവാർഡ് ചെയ്യുന്നത്. ഇനിയും സ്കോർ 22
അതിന് മുകളിലും ആണെങ്കിൽ 1 പോയിൻ്റ് ആയിരിക്കും അവാർഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ റെഡ് വന്നിരിക്കുവാണ്, ആക്സിഡൻ്റലി ഇതിനകത്ത് പോക്കറ്റ് ചെയ്ത് പോയെങ്കിൽ അത് പോക്കറ്റ് ചെയ്ത് പോയതായിട്ടാണ് കണക്കാക്കുന്നത്. എടുത്ത് നടുക്കൊന്നും വെക്കത്തില്ല. ആർക്കും ഇതിൻ്റെ അവാർഡ് കിട്ടത്തില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യൂവിൻ കവർ ചെയ്യുമ്പോൾ ഡ്യൂ ഉള്ള കോയിന് ഈ ക്യൂവിന് പുറകെ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഡ്യൂ ഒരിക്കലും ഈ ക്യൂവിൻ്റെ പുറകെ വെച്ച് ക്യൂവിൻ കവർ ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ല. ഇവിടെ മോളിൽ പറഞ്ഞ കേസുകളിലെല്ലാം ഓപ്പണൻ്റ് ആണ് നമ്മുടെ കോയിൻ ഡ്യൂ വെക്കുന്നത്. കോയിൻ അമ്പയർ ആണ് വെക്കുന്നത്. 95% കേസിലും ഓപ്പണൻ്റ് ആണ് ഡ്യൂ വെക്കുന്നത്. ഇത്രയുള്ള വീഡിയോയെക്കുറിച്ച് ഞാൻ എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.